ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോട്ര ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ ഈശ്വരൻ നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. നമ്മൾ തൃപ്തി വരുത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ. അത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഈ യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ പറയും, ഞങ്ങൾക്ക് ദൈവം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ലോകത്ത് ഒരേ ഒരു ദൈവമുള്ളൂ. ആ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് യേശുവിൽ കൂടിയാണ്. യേശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മനുഷ്യരൂപം വേണമായിരുന്നു, അല്ലാണ്ട് യേശുവിൻ്റെ ബൈബിളിൽ ഒരിടത്തും രൂപമല്ല പറഞ്ഞേക്കണേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് പറഞ്ഞേക്കണേ. ഞാനൊക്കെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ കുരിശിൻ്റെ മുമ്പിൽ തല കുമ്പിടണോ, ഇങ്ങനെ പ്രാർത്ഥിക്കണോ, ഇങ്ങോട്ട് പറയണമൊന്നും കേൾക്കാറില്ല. അങ്ങോട്ട് ലിസ്റ്റ് പറയും, പ്രാർത്ഥിക്കും, നോമ്പ് നോക്കും, ഓരോ കാര്യം കാണാൻ നേർച്ച നേരും. നമുക്ക് തന്നതെല്ലാം ദൈവം തന്നല്ലാണ്ട് എന്നാ ഉള്ളത്. എന്നിട്ട് ദൈവത്തിനെ സോപ്പിടാൻ നമ്മൾ അതിൽ നിന്ന് ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപ എടുത്ത് വഴിപാട് ഇടണു. ഏറ്റവും കുറച്ചതാണ് വഴിപാട് ഇടുള്ളൂ. ദൈവത്തിന് കൊടുക്കുകയെന്ന് വെച്ചാൽ ദൈവമാണ് തന്നത് കംപ്ലീറ്റ് ആരോഗ്യവും ജീവിതത്തിലുള്ള സകലതും. എന്നിട്ട് ദൈവത്തിന് കൊടുക്കുമ്പോൾ ഒരു നിസ്സാര കാശ് കൊടുത്തിട്ട് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടത്തും, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടും, അല്ല ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞേ. അങ്ങനെ ഒരു ജീവിതമായിരുന്നു എനിക്ക്. ഇപ്പോഴാണ് അറിയണത് ദൈവം വചനമാണ്. അതിങ്ങനെ എല്ലാ മതത്തിലും ഉണ്ട്. ദൈവത്തിന് രൂപയില്ല. ദൈവം പള്ളിയുടെ അകത്തല്ല വസിക്കണേ. ഞാനിപ്പോൾ പള്ളി പറയണത് ഇപ്പം എൻ്റെ ആളോ, അത് കാരണം വേറെ മതത്തിനെ വ്രണപ്പെടുത്തണമെന്നൊന്നും പറയേണ്ട കാര്യമില്ലോ. കാരണം ഞാനാണ് പള്ളിയാകാൻ യേശുവിന് ഇഷ്ടം. എന്നീ വസിച്ച ലോകത്തെ, ദൈവം സൃഷ്ടിച്ച ലോകത്തെ ദൈവത്തിന് ആസ്വദിക്കാനാണ് ഇഷ്ടം. അപ്പം നമുക്കെല്ലാം ഇത് യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിരാകാം. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങി. എന്ന് എനിക്കിങ്ങനെ പറയാൻ എന്ത് ഉത്സാഹമെന്നറിയാം. താഴെ ഇന്ന് എന്നോട് ഒരാൾ പറയുന്നത്, ഞാൻ ഈ വചനം എല്ലാം പഠിച്ചിട്ട് ഞാൻ ഒത്തിരി എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാറുണ്ടെന്ന്. അതൊരു ക്രിസ്ത്യാനിയല്ല പറഞ്ഞതെന്ന്. നമ്മളതാണ് വചനം ദൈവമാണ്. അവർക്ക് ഈ എല്ലാ ജാതിയിലും ഉണ്ട്. ഋഗ്വേദമൊക്കെ കംപ്ലീറ്റ് ബൈബിള് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിവ് നേടാൻ ഇങ്ങനെ അതൊക്കെ ഒന്ന് വായിക്കാം. അതൊക്കെ നല്ലതല്ലേ. ആത്മാവിൽ വളരുക എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്താൽ കിട്ടില്ലാത്ത കാര്യമാണ്. ഇവിടെ യോഹന്നാൻ 16:24 പറയുക, യേശുക്രിസ്തു പറയുക, ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. യേശുബ്രാൻ ലോകത്ത് വന്നപ്പോൾ നമുക്ക് യേശുബ്രാനോടല്ലായിരുന്നല്ലോ അതിന് മുമ്പ് ആരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ യേശു തമ്പുരാൻ പറയുകയാണ്, യേശുക്രിസ്തു പറയുകയാണ്, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ, അതാ പറഞ്ഞ ഈ നാമത്തിൻ്റെ മേലായ നാമയില്ല. ആകാശത്തിൻ്റെ ഭൂമിയുടെ കീഴിൽ രക്ഷപ്പെടാൻ മനുഷ്യർക്ക് ഒരേ ഒരു നാമമുള്ളൂ, അത് യേശുക്രിസ്തു. ആ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തൃപ്തി വരുന്ന പോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റ്. ഇതാദ്യം കാണിക്കണത് ഒരു സൂപ്പർ ബനാറസിൻ്റെ ചുരിദാർ സെറ്റ്. എന്ത് ഭംഗിയാ നോക്കാം. ഓണത്തിനിടാം, അതുകൂടാണ്ട് ഫങ്ഷനുകൾക്കൊക്കെ ഇടാം. ഇത് താഴെ ഇങ്ങനെ ബോർഡർ, ഇത് ഗ്രാൻഡാ. സാൻഡോൺ ബോട്ടം, ബാക്ക് കൈക്കൊക്കെ വേറെ കൊടുത്തിട്ടുണ്ട്, അത് കാരണം വേണ്ട ലെഗ് കിട്ടും. ബാക്ക് പ്ലെയിൻ, അടിപൊളി ഒരു സെറ്റ്. എന്ത് ഭംഗിയാ. എൻ്റെ ഒരു ക്രീം ഉണ്ടല്ലോ, ഞാൻ ചാടി ക്രീം എടുത്താൽ 2499. ഒരു പേടിൻ്റെ മാലയും കമ്മലും ഇട്ടാൽ നമുക്ക് ഒരു 25,000 രൂപയുടെ ഡ്രസ്സിൻ്റെ ഒപ്പം ഇട്ടു കേട്ടോ. 2490 രൂപയുള്ളൂ. 499 രൂപയുള്ളൂ. ഇത് നോക്കട്ടോ, ടിഷ്യൂ ബനാറസ് ആയത് കനം കുറവാന്ന് എനിക്ക് സോഫ്റ്റായിട്ട്. അടിപൊളി സംഭവം, അടിപൊളി സംഭവം. ഈ ബനാറസ് തന്നെയാണ് നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും വരുന്നവരെ കൊണ്ട് ബനാറസ്, എനിക്ക് ക്രേസ് ആയത് കാരണം വരുന്നവരോട് ആദ്യം കൊണ്ട് ബനാറസ് എടുത്തോ, അവരെ കൊണ്ട് ബനാറസ് എടുപ്പിക്കും. ഇനി ഇത് ടിഷ്യൂ ബനാറസ് ഇതിട്ടേ പിന്നെ എനിക്കിത് മുരാറയില്ലെന്ന് എനിക്ക് തോന്നേ. ഇത് ആരാണ്ടൊക്കെ എല്ലാവരും പറഞ്ഞു ഇതിട്ടിട്ട് ഞാൻ എനിക്ക് നല്ലതാണ്. അതോടുകൂടി ബനാറസ് ഒരു എടുക്കലാണ് ഇതുള്ളത്. ഇതേ ഇത് നമ്മൾ കുറേ നാളായില്ലേ യോക്കിൽ ഉള്ളത് കാണിച്ചിട്ട്. ഇത് അതിലാട്ടോ 2499, ഇത് 2390. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, സൂപ്പർ സംഭവമാട്ടോ. യോക്കിലിങ്ങനെ വർക്കുള്ള 1 സൈഡ് ഷോളൊക്കെ ഇടുന്നവർക്കൊക്കെ നല്ലത് യോക്കി വർക്കല്ലേ. നല്ല കളർ ചാർട്ടുമാണ്.
ഇത് ഇപ്പോഴത്തെ ട്രെൻഡി കളറാട്ടോ. ചാമ്പ്യൻ കളറിൻ്റെ ഇച്ചിരി ഇവിടെ ഒരു കൂടിയ കളർ. 2390 ആണ്. പെട്ടെന്ന് എടുത്തോ. അടിപൊളി സംഭവമാണ്, അടിപൊളി സംഭവം. ലൈലാക്ക് ഇതൊക്കെ നല്ല കളേഴ്സാട്ടോ. എനിക്കിപ്പോൾ 2 എല്ലാ കളേഴ്സും 3-4 വെച്ചുണ്ട്. ലൈലാക്ക് ഇടുമ്പോൾ എല്ലാവരും എനിക്ക് എല്ലാവരും നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ ആ കളറിൻ്റെ പുറകെ പോകാം. എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ. ചിലർ ഈ ചുവപ്പ് തന്നെ എന്നെ എടുക്കണേന്ന് അറിയാവോ? ചുവപ്പ് ഇടുമ്പോൾ ആരേലും പറയും നല്ല രസമെന്ന്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അത് നോട്ട് ചെയ്തിലേക്ക് നമ്മളെല്ലാം എടുക്കണേ. അപ്പോൾ എനിക്കങ്ങനെയാട്ടോ. മജന്ത, നീല, ഇങ്ങനെ കുറേ ഉണ്ട് എൻ്റെ കളേഴ്സ്. നല്ലൊരു ഗ്രീൻ. ഇല്ലാത്ത കളറുകളൊക്കെ എടുത്തോട്ടോ, അല്ലെ ഒരു ഡ്രസ്സേ ഉള്ളൂ എന്ന് ഓർക്കും. ഞാനിപ്പോൾ ചില ഡ്രസ്സ് ഇട്ട് ആരും പുതിയതാണെന്ന് ചോദിക്കുന്നതാണ്. എല്ലാം നീലയായി കഴിഞ്ഞ ദിവസം എനിക്ക് സങ്കടം വന്നുപോയി. ആരും ചോദിച്ചില്ല നീല കളർ. ചോദിച്ചിട്ട് ഇങ്ങനത്തെ ഇല്ലായിരുന്നു. ഞങ്ങൾ അതാണെന്ന് ഓർത്തു. ഈ കടയായി വെള്ളങ്ങളൊക്കെ പറയുക. എനിക്ക് സങ്കടമായി പോയി ആരും ചോദിക്കാത്ത കേട്ടപ്പോൾ. ഹക്കോബയുടെയാണ്. പ്ലെയിൻ ബാക്ക് പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ ഈ ഹക്കോബയൊക്കെ കോട്ടൺ ഹക്കോബ നമുക്ക് 299 മീറ്ററിന് വിലയുള്ളതാണ്. അവിടെ അജ്രക് പ്രിൻ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്രേപ്പിൻ്റെ ഇങ്ങനെ ഷോളാണ്. ബോട്ടോ അജ്രക് പ്രിൻ്റിൻ്റെ ആണ്. ഇതിന് ഏതെങ്കിലും ബോട്ടോ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ടോപ്പ് അടിക്കാട്ടോ. അല്ല, ഇത് വേണമെങ്കിൽ ബോട്ടോ അടിച്ചു. ഇത് തന്നെ അടിച്ചാൽ മതി എന്ന് അവർ പറയണം. അപ്പോൾ ഷോള് ക്രേപ്പോ ഒത്തിരി പേർക്ക് ഇഷ്ടമില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലത് ഇത്. ഇതിൻ്റെ എല്ലാം വലിയ വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണം കിട്ടാണ്ട് പോകുന്നവർക്ക് എല്ലാം എടുത്തി കാണിക്കണോ? ചുമ്മാ ഷോളിലെ പ്രിൻ്റൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാം എടുക്കേണ്ട കാര്യമില്ല. ചുമ്മാ അകത്ത് ഇങ്ങനെയും കാണിച്ചാൽ പോലെ. എനിക്ക് മടി കയറുക ഇതെല്ലാം കാണിക്കണ്ടേ. നല്ലതാട്ടോ. ക്രീമിലാകുമ്പോൾ ഒരു എടുപ്പൊക്കെ ഉണ്ട്. കേരള ക്രീം നമ്മുടെ കേരളത്തിൻ്റെ കളറാണ്. തമാശയായിട്ട് പറഞ്ഞാലല്ല. നമ്മുടെ മെയിൻ ഡ്രസ്സ് കേരളത്തിൽ പണ്ട് ഈ കേരള സെറ്റ്, കേരള സാരി ആയിരുന്നു ഒഫീഷ്യലായിട്ട് ആൾക്കാർ കംപ്ലീറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന. സെറ്റും മുണ്ടും അങ്ങനെ ഇങ്ങനെ. പിന്നെ ക്രിസ്ത്യൻസാണ് ചട്ടയും മുണ്ടും. വന്നാലും ഒരു വെള്ളയും ഓഫ് വൈറ്റും. മൊത്തത്തിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് പാർട്ടീസാണ് നമ്മൾ. ഇതൊക്കെ വലിയ സ്റ്റാൻഡേർഡ് ആൾക്കാരല്ലേ ഈ കളറിൻ്റെയൊക്കെ ആൾക്കാർ. നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ് പാർട്ടീസാണ് കേരളത്തിലുള്ളവർ. അല്ലെങ്കിലും ഗോഡ്സ് ഓൺ കൺട്രി നെഹ്റു ആണ്. ഇങ്ങനെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി നെഹ്റു ആണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിച്ചതെന്നാണ് പറയണത് കേരളത്തിന്. എനിക്കറിയാൻ പറഞ്ഞോ, ഇനി വേറെ ഒരു വേണം. ഞാൻ അങ്ങനെ കേട്ടു, വീഡിയോ വായിച്ച പോലെ. അപ്പോൾ നമുക്ക് എന്നായാലും അത് ചുമ്മാ വിളിക്കാൻ തോന്നുമോ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞെങ്കിൽ അത് ദൈവം വിളിപ്പിച്ചതാണ്. നമുക്ക് അങ്ങനെ ഭാഗ്യം കിട്ടി. അപ്പം നമ്മൾ അത് കൂടാണ്ട് നമ്മളെ ദൈവജനം എന്നറിയപ്പെട്ടെ നമ്മുടെ സ്വഭാവവും നമ്മളിൽ ദൈവം അനുഗ്രഹിച്ചേക്കുന്ന അനുഗ്രഹവും കണ്ട്. ഇത് കണ്ടോ? ഇതിവിടെ എപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ള സെറ്റാട്ടോ. സോഫ്റ്റ് സിൽക്കിൽ ബനാറസ് ബുട്ടയുണ്ട് കേട്ടോ. സോഫ്റ്റ് സിൽക്കാട്ടോ. അതെ, സോഫ്റ്റ് മെറ്റീരിയലിൽ ഇങ്ങനെ ബനാറസ് ബുട്ടയുണ്ട്. നല്ലൊരു ഫങ്ഷൻ വെയറും. അതിൻ്റെ ഷോളൊക്കെ ഭയങ്കര നല്ല കനം കുറഞ്ഞ നല്ല ഗ്രാൻഡ് ഷോളിൻ്റെ അരികത്തൊക്കെ കണ്ടോ. ഇങ്ങനെ ചെറിയൊക്കെ ഉണ്ട് 2 വശവും. വില കുഴപ്പമില്ല. 1790 നല്ല സെറ്റാണ്. ഇതിൻ്റെ കൂടെ എന്നാ വെച്ചാൽ ഫങ്ഷനും ഇടാൻ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല സെറ്റുകളാണ്.
പിന്നെ ഇങ്ങനത്തെയൊക്കെ സെറ്റ് എടുത്താൽ പെട്ടെന്ന് പോവില്ല കേട്ടോ. അങ്ങനെ എൻ്റെ അപ്പക്കുട്ടൻ ഓസ്ട്രേലിയക്ക് പോയപ്പോൾ ഞാൻ പറയുക, ഇവിടുന്ന് ഡ്രസ്സ് എടുക്കണ്ട, അവിടെ ചെന്നിട്ട് എടുക്കാം, നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സ് കിട്ടും എന്നും പറഞ്ഞ് കൊച്ചിനെ വിട്ടു. എന്നിട്ട് കൊച്ചു പറയുക, ഓസ്ട്രേലിയന് എൻ്റെ അമ്മയെ ജീൻസ് വരെ ഇട്ടാൽ കീറി പോണം ജീൻസാണ്. അത് കഴിഞ്ഞിട്ട് നല്ല അപ്പടി ഡ്രസ്സും നമ്മുടെ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കുറേ ഡ്രസ്സ് എടുത്ത് നല്ല ഗ്രീനിലെ സഫിയർ ഗ്രീൻ. അപ്പം നമുക്ക് നമ്മളെ വലിയ വിലയൊന്നുമില്ല, ഇന്ത്യക്കാരേതാണ്ട് ഇത് ഒന്നുമല്ല, നമ്മൾ വലിയ ആൾക്കാരാട്ടോ. എൻ്റെ ഫ്രണ്ട് ബിന്ദു ഖാദറിന് അമേരിക്കയിൽ 2 മെഡിക്കൽ ഷോപ്പോ 3 4 മെഡിക്കൽ ഷോപ്പുണ്ട്. അമേരിക്കയിൽ എവിടെയാണെന്ന് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ ബിന്ദുവിൻ്റെ മെഡിക്കൽ ഷോപ്പിൽ 90% മരുന്ന് തന്നെ ഇന്ത്യയിൽ നിന്നാണ്. നമ്മൾ സംഭവം വലിയ പുലികളാട്ടോ, നമുക്ക് നമ്മളെപ്പറ്റി ഒരു വിലയില്ലാന്ന് കേട്ടോ. കുറേ കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുമായിരിക്കും ജോലിക്കൊക്കെ. നമ്മുടെ കൾച്ചർ സ്വഭാവം ഒന്നും ഉണ്ടായാൽ മതിയില്ലേ. മറ്റുള്ളവരുടെ കാര്യം അന്വേഷണം കുറ്റം പറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ രസമാണ്. ഇങ്ങനെ കമൻ്റൊക്കെ നോക്കി ചിരിച്ചിരി ചേർത്തു എൻ്റെ പൊന്നെ രസമാണ്. അപ്പടി അടിപൊളി സെറ്റാട്ടോ. ഇത് നിങ്ങൾ കണ്ടോ, നല്ല ബ്ലൂമിങ് വിചിത്ര സിൽക്കിൽ ടെക്നോവി വർക്ക്. അപ്പോൾ ഇടുമ്പോൾ എന്ത് രസമായിരിക്കും. ബോട്ടം ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ ആണ്. ഷോളും ഇങ്ങനെ 1150. ഷോളിൽ ഇത്രയും വർക്കുണ്ട്, സ്കാലപ്പും ഉണ്ട്. 1150. അടിപൊളിയല്ലേ, അടിപൊളി. നല്ല ഗ്രീൻ ഷോള് തയ്ക്കണം. 1150 രൂപയുള്ളൂ കേട്ടോ. സൂപ്പർ സംഭവമാണ്. കുർത്തയായിട്ട് ഇടാം, ഷോൾ ഇടേണ്ടപ്പോൾ ഷോൾ ഇടാം, അങ്ങനെ ഒത്തിരി ഗുണമുണ്ട്. അതേ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. നിങ്ങളൊന്ന് നമുക്ക് സ്വർണ്ണോടെ കാണാം, ഏതായാലും എന്നെ മൊത്തത്തിൽ സഹിക്കുക. അപ്പോൾ സ്വർണത്തിൻ്റെ വീഡിയോ ചെറിയ വീഡിയോ കേട്ടോ. ഇച്ചിരി വചനം പറഞ്ഞു തരണം, എനിക്കിതിൽ കിട്ടണ ആ തൃപ്തിയില്ല. അതിൽ വചനം വായിക്കാഞ്ഞിട്ടേ ചെറിയ വീഡിയോ ഇടുന്ന കാരണം. അങ്ങനെയല്ല, നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ഏതാണ്ട് സംസാരിക്കണമെന്നൊക്കെ സ്വന്തക്കാരിവിടെ വരുമ്പം എല്ലാവരും അയ്യോ എനിക്ക് എന്താ സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഒരു കുടുംബാംഗങ്ങളെ കാണുന്ന പോലെ, കുടുംബാംഗങ്ങളെ കാണുന്നതൊന്നും ഇത്ര സന്തോഷമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മക്കളെ പോലും ഇത്രയും എന്നും സംസാരിക്കണില്ലോ. വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങും രാവിലെ. അതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ വെഡ്ഡിങ് കളക്ഷനിലെ മനുഷ്യർ. ഓൺലൈൻ ഭയങ്കര ആത്മബന്ധമായി. ഒരു രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അതിമനോഹരമായ 2 സ്കീമുണ്ട്. ഇപ്പം ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ 2 പെൺമക്കളെയും കെട്ടിച്ചു വിട്ടു. എന്തിനാ? അപ്പം ഞാൻ പറഞ്ഞു ഇനിയാണ് ഉറപ്പായിട്ട് മേടിക്കേണ്ടത്. കയ്യിൽ ഇച്ചിരി കാശ് കിട്ടുമ്പോൾ ഇച്ചിരി സ്വർണ്ണം മേടിച്ച് വയ്ക്കാം. ഒരിക്കലും മക്കളുടെ മുമ്പിൽ കൈ നീട്ടണ്ട, നമുക്ക് ഇടുകയും ചെയ്യാം. ഇട്ടില്ലേ അത്യാവശ്യത്തിന് ഒരു പൈസയ്ക്ക് ആരുടെയും മുമ്പിൽ കിട്ടണ കാശ് നമ്മൾ ഇച്ചിരി മേടിച്ച് സേവ് ചെയ്ത് വെക്കുക. വലിയ എമൗണ്ടൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് മക്കൾക്ക് അതൊക്കെ കിട്ടുമ്പോൾ ഒക്കെ വേണം. സ്വർണം മേടിച്ച് വയ്ക്കുമ്പോൾ ആരും ചോദിക്കില്ല. ഒരാവശ്യം വന്നാൽ നമുക്ക് എടുക്കാമല്ലോ, ഇല്ലേ മക്കൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതിമനോഹരമായ 2 സ്കീമാണ്. 9447575564 എൻ്റെ മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയോ അക്കൗണ്ടിൽ കൂടെ പൈസ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ പൈസയ്ക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് എടുത്തോട്ടെ. ഞാൻ ഈ വർത്താനമൊക്കെ പറഞ്ഞ് ഇത് എടുക്കാണ്ടിരിക്കരുത്. നല്ല സെറ്റാണ്, പെട്ടെന്ന് എടുത്തോ. അടിപൊളിയല്ലേ, അടിപൊളി സെറ്റുകളാണ്. പെട്ടെന്ന് എടുത്തോ.
സഫയർ. അമ്മ ഇതിന് ദൂരം കളേഴ്സാ തീർന്നോ? ഷോ ഏതായാലും ആർക്കും കിട്ടാണ്ട് വരില്ല, ഇത്രയും കളേഴ്സ് ഉണ്ട്. നല്ല സെറ്റാട്ടോ, യോക്കിലിങ്ങനെ വർക്കും, ഒരു ഗ്രാൻഡ് സെറ്റാണ്. വില 1150 ഉള്ളൂ. ഒന്നാമത് ഈ ബ്ലൂമിങ് വിചിത്രയൊക്കെ ഒരു ചേർന്ന് കിടക്കും, നല്ല കൂളിങ്ങാണ് തുണിക്ക്. പിന്നെ നമുക്ക് കളർ അട്രാക്ഷനാണ് നമ്മുടെ ഫേസിന്. അതിൽ ഡാർക്കും ലൈറ്റും എല്ലാ ചാർട്ടും കാണിച്ചു. ഇനി ഉണ്ട് ഇത്. ഇത് നേരെ തിരിച്ച് താഴെ വർക്കുള്ള കേട്ടോ. ഞാൻ ഈ വർക്ക് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. വെറൈറ്റി ആട്ടോ, വിത്ത് ലൈനിങ്ങാ. ദാമനിൽ വർക്കുള്ളതാണ്. ഒരു ക്രഷ്ഡ് സിൽക്കാണോ? ക്രഷ്ഡ് അല്ല, കണ്ടയിലാണ്ട് കറക്റ്റാണോ? ക്രഷ്ഡ് അല്ല, പക്ഷെ ഒരു വെറൈറ്റി മെറ്റീരിയൽ, ഒരു ടിഷ്യൂ ഫാബ്രിക്കാണ് അല്ലേ? ടിഷ്യൂ ഫാബ്രിക്കാണ്. ഇപ്പം ടിഷ്യൂ ആലോ ഇങ്ങനെ ഒരു ഭയങ്കര ഗ്രാൻഡ് ലുക്കുള്ള സംഭവമാണ്. പിന്നെ ഫുള്ള് നല്ല വർക്ക്, ഭയങ്കര വില തോന്നിക്കും കേട്ടോ. 1390 1390. നല്ല സെറ്റാണ്. നല്ല കളേഴ്സ്. അടിപൊളി സെറ്റുകളാണ്. നല്ലൊരു പിങ്ക്, നല്ല കളർ ചാർട്ടാണ്. എല്ലാ വർക്കൊക്കെ ആൻറ്റിക്കായത് കാരണം തിളക്കയില്ലാത്ത ഗോൾഡൻ അല്ലേ, നല്ല വിത്ത് ലൈനിങ്ങും ബോട്ടോടെയാണ്. 1390 ഉള്ളൂ. ഫങ്ഷൻ ഇടാൻ സൂപ്പറാണ്. ഈ വിലയ്ക്കൊക്കെ ഫങ്ഷൻ വെയർ നമ്മൾ ഓണം ഇനി അടുത്ത ആഴ്ച ഓഗസ്റ്റ് ആദ്യം മുതൽ എൻഗേജ്മെൻറ്റും കല്യാണങ്ങളും ഒക്കെ തുടങ്ങൂലേ. അപ്പോൾ നേരത്തെ ഡ്രസ്സ് എടുത്തോ, അവസാനം ആകുമ്പോഴത്തേനും ഒന്നും കിട്ടൂല കേട്ടോ. ഇപ്പോൾ പിന്നെ ഒക്ടോബറൊക്കെ ആകുമ്പോഴാണ് ദീപാവലിയുടെ അവിടെയൊക്കെ ഡ്രസ്സ്. ഇപ്പോൾ ഓണത്തിന് വേണ്ടി കേരളീയർക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡൊന്നും ഡ്രസ്സിന് വേറെ എവിടെ എടുക്കൂല കേട്ടോ ഇന്ത്യയിൽ. നമുക്കടെ ഡ്രസ്സിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് എന്നാ അല്ലേ? ഇത് ടൈ ആൻഡ് ഡൈ ജോർജറ്റ് മെറ്റീരിയലിൽ. ജോർജറ്റ് അല്ലല്ലോ, ഇതൊരു സോഫ്റ്റ് സിൽക്കാട്ടോ. ജോർജറ്റ് ഒന്നും അല്ലേ? ജോർജറ്റാണോ? അല്ല, ജോർജറ്റ് അല്ല. അതെ, നെല്ലും അടിക്കില്ല. സിൽക്ക് പോലത്തെ ടൈ ആൻഡ് ഡൈ വിത്ത് ലൈനിങ് ആണോ? അല്ലല്ലോ, വിത്ത് ലൈനിങ് അല്ലല്ലോ. വിത്ത് ലൈനിങ് അല്ല, പക്ഷെ ഒരു മൊത്തത്തിൽ വെറൈറ്റിയാണ്. ബീഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. 999 വിലയുള്ളൂ കേട്ടോ. നല്ലതല്ലേ? ഒരു ഫങ്ഷനൊക്കെ ഇടാനൊക്കെ നല്ലതല്ലേ? ഓ, പണ്ടൊക്കെ ഇത്രയും ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചു അപ്പാ ഇപ്പം ജനിച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ ഇട്ട് കോളേജിലൊക്കെ പോയി കലക്കാറുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെയല്ല, തിരുവനന്തപുരത്തായിരുന്നപ്പോൾ എൻ്റെ ഹോസ്റ്റലുള്ളതിൽ ഞാൻ മാത്രം നാടൻ, ബാക്കി എല്ലാം ഫോറിൻകാരുടെ മക്കളാട്ടോ. ഇന്നും ട്രിവാൻഡ്രം വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര്. അപ്പോൾ ഞാനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവിടെ പഠിച്ചതാ, സെൻറ്റ് സേവിയേഴ്സ് സുബേ പഠിച്ചതാ, പിന്നെ സ്പെൻസറിലുള്ള YWCA താമസിച്ച ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. അപ്പോൾ ആ ഹോസ്റ്റലിൽ എല്ലാവർക്കും ഒത്തിരി രസമുള്ള പിടിയും രൂപം. ഞാൻ അന്നേരം അവരുടെയൊക്കെ ഡ്രസ്സ് വായ്പ പദ്ധതിയിൽ ഇട്ടുകൊണ്ട് കഴുകി കൊടുത്താൽ മതി. കംപ്ലീറ്റ് ഡ്രസ്സ് മാറിയിടില്ല. അപ്പം എൻ്റെ ദൈവമേ, ആ ഡ്രസ്സിൻ്റെയൊക്കെ സൗന്ദര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓ, അങ്ങനെ ഇട്ടുകൊണ്ട് പോകാറുണ്ട്. ഇത് ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു എല്ലാവരുടെയും. ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ഇടണ പാലവും കഴിഞ്ഞ് പഠിക്കണ കാലത്തൊക്കെ ഇങ്ങനെ കിട്ടണമായിരുന്നു അല്ലേ? ഇതിൽ 999 ഉള്ളൂ കേട്ടോ അല്ലേ? ഇത് ഇപ്പോഴത്തെ പിള്ളേരോട് തുണി വേണമെന്ന് വെച്ചാൽ തുണി വേണ്ട, സ്വർണം വേണം, സ്വർണം വേണ്ട. ഒരു മൊബൈലും കുറേ ഫുഡും ഏതാണ്ടൊക്കെ വാരി വലിച്ച് തിന്നും. അത്രേ ഉള്ളൂ. എഴുന്നേറ്റ് ഇരിക്കാനും പറ്റില്ല.
എനിക്ക് നേരം വെളുത്ത ഉണ്ണിക്കുട്ട എന്ത് കഴിച്ചു, കുഞ്ഞു എന്ത് കഴിച്ചു, ഇതൊക്കെ ചോദ്യം തോന്നി. പാവം എൻ്റെ അപ്പുക്കുട്ടനുണ്ട്, അവന് തടിയായത് കാരണം അത് തിന്നോന്ന് പോലും ഞാൻ ചോദിക്കാറില്ല. നല്ല രസമുള്ള സംഭവം കേട്ടോ, നല്ല രസമുണ്ട്. ആകെ 999 വിലയുള്ളൂ. നല്ല കളർ ചാർട്ടുകളാണ് ഇതൊക്കെ. നല്ല രസമാണ് ഇതൊക്കെ യൂസ് ചെയ്യാനും ഇടാനും. നല്ല ഷോളും സെറ്റും. ട്രിപ്പിൾ 9. ഇത് കണ്ടോ, ഇത് നല്ല ലിനൻ പോലത്തെ ഒരു മെറ്റീരിയൽ. ലിനൻ അല്ല, ശരിക്കും കോട്ടൺ മെറ്റീരിയൽ അല്ല, ഒരു സിൽക്ക് പോലത്തെ അല്ലേ. ആ മുഖച്ചായ ഉണ്ടെന്നുള്ളൂ. അതിൽ ഫുള്ള് വർക്കുണ്ട്. ടോപ്പിൽ ഫുള്ള് വർക്കുണ്ടോ, താഴെ ഉണ്ട്, ഫുള്ള് എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. ടോപ്പ് ഫുൾ വർക്കുണ്ട്, യോക്കിലും ഈ വർക്കുണ്ട്. ഈ ചെറിയൊക്കെ കാണുന്ന ഒരു ലിനൻ്റെ മോച്ചായ ഉണ്ട്. സോഫ്റ്റ് ഷോൾ 1299. 1299. അടിപൊളി സംഭവമാണ്. നല്ല കളർ ചാർട്ടല്ലേ, കനമൊന്നുമില്ല, ഒട്ടും കനയില്ല. ഈ ഷോളിനൊരു ഫുൾ ടോപ്പ് നിറച്ച് സെൽഫ് എംബ്രോയ്ഡറി ഉണ്ട്. അതുകൂടാണ്ട് ബ്രഷ് പെയിൻറ്റിങ്ങും ചെയ്ത് അതിൽ ഹാൻഡ് വർക്കും കട്ട് ബീഡും കൊണ്ട് ബ്രഷ് പെയിൻറ്റും ചെയ്തേക്കണം. നല്ല മെറ്റീരിയലും നല്ല വെറൈറ്റി മെറ്റീരിയലാട്ടോ. ഇതാണ് മെറ്റീരിയൽ. 1299 ഉള്ളൂ വില. കളറ് നല്ലതാണ്. അടിപൊളി സംഭവം. പണ്ട് നമ്മളിതിൻ്റെ തുണിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു, എന്തോ ചെയ്ത പോലെ അല്ലേ. ഇല്ല, ചെയ്തിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. എനിക്ക് മോച്ചായ കണ്ടിട്ട് തോന്നണോ. അപ്പോൾ എന്ത് രസമാണ് ഷോളൊക്കെ. അടിപൊളി, നല്ല കളേഴ്സും അല്ലേ. 1299. നല്ല കളേഴ്സ് കേട്ടോ. ഭംഗിയ. ഇനി അടുത്തത് പ്യുർ കോട്ടൺ ആട്ടോ വരാൻ പോണേ. പ്യുർ കോട്ടണിൽ അമ്മേ മൊത്തം മഴ വന്നാൽ എനിക്ക് പറ്റൂല. ഞാനിങ്ങനെ അമേരിക്കയും സ്വിറ്റ്സർലൻഡൊക്കെ കാണാൻ പോകുന്ന അറിയാൻ പാടില്ല. തണുപ്പ് എനിക്ക് അടിക്കാനും പാടില്ല. എനിക്കതൊക്കെ കാണുകയും ചെയ്യണം. ലോകം അപ്പടി അന്റാർട്ടിക്ക വരെ കാണണം. ഇതാണ് ആഗ്രഹം. നമ്മൾ വലിയ കാര്യമല്ലേ ആഗ്രഹിക്കാവുള്ളൂ. യേശുവിൻ്റെ മക്കൾ ചെറുത് ആഗ്രഹിക്കാവോ? ഞാനാണെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം കേൾക്കുമ്പോൾ യേശമ്പരാൻ തന്നെ ഞെട്ടുമായിരിക്കും. ഇല്ല, സകലത്തിനും മതിയായ യേശപ്പൻ എൻ്റെ കൂടെ അന്റാർട്ടിക്കയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ വരും. എന്നിട്ട് യേശപ്പൻ്റെ സൃഷ്ടിപ്പിൻ്റെ സൗന്ദര്യം യേശപ്പനെ എന്നിൽ കൂടി ആസ്വദിക്കും. പ്യുർ കോട്ടൺ ബോട്ടം, പ്രിൻ്റഡ് ബോട്ടം, നല്ല രസമുണ്ട്. പ്രിൻ്റഡ് ബാത്തിക് ബോട്ടം 1250 ഉള്ളൂ. ഒറിജിനൽ കോട്ടൺ ഷോൾ അല്ലേ, നല്ല കോട്ടൺ ഷോൾ 1250. ഇപ്പോൾ ഒത്തിരി പേർക്ക് പ്യുർ കോട്ടൺ മാത്രം ഇടാൻ പറ്റുന്ന മനുഷ്യരില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഞാനാ വേനൊക്കെ എൻ്റെ ദൈവമേ കോട്ടനും തന്നെ ഇടുമായിരുന്നു. എൻ്റെ അമ്മോ,
1250. അയ്യോ, നമ്മൾ കടന്നു പോകുന്ന വേനൽ എന്നാ ചൂടായിരുന്നു അല്ലേ. ഓ, ഇപ്പം അത് ഓർക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് കടന്നു പോന്നു അല്ലേ. യേശുവിൻ്റെ കൃപയാൽ അങ്ങനത്തെ ചൂടുണ്ടാകാണ്ടിരിക്കട്ടെ. പച്ച ആശ ബോട്ട ചെയ്തട്ടോ. റംബൂട്ടാനൊക്കെ ഇപ്പം പൂത്ത് അല്ല കാച്ചതെല്ലാം ചാടിയും പോകും ഈ മഴയത്ത്. കഷ്ടമായിപ്പോയി. റംബൂട്ടാനൊക്കെ ഇപ്പോഴും ഇതുവരെ പഴുത്തിട്ട് പോലുമില്ല. കാലത്തിൻ്റെ ഒരു വ്യത്യാസം വന്നതേ. ആ വേനൽ അങ്ങനെ നമ്മളെ പറ്റിച്ചു. മാങ്ങയുണ്ടായില്ല. ചക്കപ്പഴം പിന്നെ പണ്ടത്തെ പോലെ എനിക്ക് വലിയ ക്രേസ് ഇല്ല ഇപ്പം. യെല്ലോ ബ്രൗൺ ഇത് നല്ല രസമില്ലേ. അടിപൊളി സംഭവം. ഇനി ഇത് റീസ്റ്റോക്കാട്ടോ. അതെ, നമ്മുടെ തുമ്പി. ഈ പിള്ളേർ തുമ്പി എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ തുമ്പി. ഒരു തുമ്പിയുടെ എംബ്രോയ്ഡറി. തുമ്പി സെറ്റ് എന്ന് പറയുമ്പോൾ ഇത് എന്നായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഇടാനും കൈകാര്യം ചെയ്യാനും കഴുകി പറക്കി കൊണ്ടു കിടക്കാനും കണ്ടാലും നല്ലത്. ലൈനിങ് ഒന്നുമില്ലല്ലോ. ഹലോ, 1199 അല്ലേ. 1199. നല്ല കളർ ചാർട്ടും നല്ല ആ എംബ്രോയ്ഡറിയും ലുക്കും ഒക്കെ നല്ലതാണ്. ലൈനിങ് ഉണ്ടോ ഇന്ന് നോക്കിക്കേ. പക്ഷെ മറന്നുപോയി. ഇത് ലൈനിങ് ആണോ എന്നൊരു സംശയം അല്ലേ. ആ, ലൈനിങ് ഇല്ല കേട്ടോ. ലൈനിങ് ഇട്ടാൽ ഇതിലേതെങ്കിലും ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ സെയിം ഇത് തന്നെ ഇട്ടിട്ട് ലൈനിങ് എടുത്താൽ മതി. 119. നല്ല കളേഴ്സാണ്. അടിപൊളി അടിപൊളി. കേരള ക്രീം ഇത് വേണമെങ്കിൽ ഓണത്തിനിടാട്ടോ. കേരള ക്രീം എന്ന് പറയാൻ ബേജൂടെ ഇച്ചിരി കൂടിയിട്ടുണ്ട്. നല്ല സെറ്റ്. അടിപൊളി സംഭവം. ആവശ്യം അയ്യോ മറന്നു. നാളെ വീഡിയോ ഇതാണ് ഇടണേന്ന് ചോദിച്ചാൽ ഞങ്ങൾ അന്നന്ന് വീഡിയോ പിടിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്ന മനുഷ്യരാണ്. കെട്ട് പൊട്ടിച്ച് ഇന്ന് ഒരു കെട്ട് അന്നേരം പൊട്ടിക്ക് വന്നിട്ട് പെട്ടെന്ന് എല്ലാം കൂടെ കൂടിയിടും. അങ്ങനെ സെറ്റെല്ലാവരും 8 തന്നെ നിങ്ങൾക്ക് ഓണസദ്യ ഒരുക്കണ്ടേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ എല്ലാം ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പഴയ സിനിമയുടെ ഇങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ പണ്ടത്തെ സിനിമകൾ ഏതാണ്ട് കണ്ടപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കും. ഏതാണ്ട് അതോ കണ്ടോളോ. എൻ്റെ അമ്മ ഇപ്പം എൻ്റെ മൊബൈൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതായിപ്പോയി. മൊബൈൽ പറഞ്ഞ് എപ്പോഴും പണ്ടത്തെ സോമൻ നസീറിൻ്റെ വരെ വന്നേക്കണം. മമ്മൂട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കില്ല. ഇച്ചിരി പണ്ടത്തെ സിനിമകളുടെ എൻ്റെ തമ്പുര. ഞാനൊന്നാതെ സിനിമാ ഭ്രാന്തിയായിരുന്നു. ഇപ്പോൾ സിനിമ കണ്ടിട്ട് കാലങ്ങളായി. അങ്ങനെയെന്ന് പറഞ്ഞ പോലെ നമുക്കടെ ഒന്ന് ലൈക്ക് അടിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ വീഡിയോസൊക്കെ വരും. അപ്പോൾ അതൊക്കെ എനിക്കൊരു അനുഗ്രഹമായി മാറും. നിങ്ങളെ യേശുമ്പുരാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.